ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ടോൾസ്റ്റോയി ഫാമിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് ടോൾസ്റ്റോയി ഫാമിലാണ്. 1910 ഗാന്ധിജിയാണ് ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് ടോൾസ്റ്റോയി ഫാമിലാണ്. 1910 ഗാന്ധിജിയാണ് ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത്. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. സാറ ജോസഫിനെ 2021 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ബുദ്ധിനി. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. സാറ ജോസഫിനെ 2021 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ബുദ്ധിനി. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ്. അംബികാസുധൻ മാങ്ങാടിനെ 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് പ്രാണവായു. പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അംബികാസുധൻ മാങ്ങാടിന് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. ബുദ്ധിനി എന്ന കൃതിക്കാണ് സാറ ജോസഫിന് 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട്. പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം അംബികാസുധൻ മാങ്ങാടിന് ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. ഫുട്ബോൾ ഇതിഹാസം പെലെ 2022 അന്തരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? എഡിസൺ അരാൻഡസ് ഡോ നാസിമെന്റോ. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ മുഴുവൻ പേര് എഡിസൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്നാണ്. 1958, 1962, 1970 എന്നിങ്ങനെ 3 വർഷങ്ങളിൽ ബ്രസീലിനായി ലോകകപ്പ് നേടിയ താരമാണ് പെലെ. 1958, 1962, 1970 എന്നിങ്ങനെ 3 വർഷങ്ങളിലായി ബ്രസീലിനായി ലോകകപ്പ് നേടിയ താരമാണ് പെലെ. 3 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ഏക താരം പെലെയാണ്. 3 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ഏക താരമാണ് പെലെ. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ മുഴുവൻ പേര് എഡിസൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്നാണ്. 1958, 1962, 1970 എന്നിങ്ങനെ 3 വർഷങ്ങളിലായി ബ്രസീലിന് വേണ്ടി ലോകകപ്പ് നേടിയ താരമാണ് പെലെ. 3 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ഏക താരവും പെലെയാണ്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അനുരാധ റോയി ആണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അനുരാധ റോയി ആണ്. ഓൾ ദി ലൈഫ്സ് വി നെവർ ലീവ്ഡ് എന്ന കൃതിക്കാണ് അനുരാധ റോയിക്ക് 2022 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള 2022
കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അനുരാധ റോയി ആണ്. അനുരാധ റോയിയെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്ഡ്. നഗരങ്ങൾക്കുള്ളിൽ ചെറുകിട ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കേരള IT വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. നഗരങ്ങൾക്കുള്ളിൽ ചെറുകിട ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കേരള IT വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. ഒരു ദശാബ്ദത്തിനു ശേഷം ഇന്ത്യയിൽ റിലീസ് ചെയ്ത പാകിസ്ഥാൻ ചിത്രം ദി ലെജൻഡ് ഓഫ് മൗല ജാട്ട്. ഒരു ദശാബ്ദത്തിനു ശേഷം ഇന്ത്യയിൽ റിലീസ് ചെയ്ത പാകിസ്ഥാൻ ചിത്രമാണ് ദി ലെജൻഡ് ഓഫ് മൗല ജാട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ധർമ്മടമാണ്. ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറി ഉണ്ട്. ധർമ്മടം മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന MLA ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി മണ്ഡലമാണ് ധർമ്മടം മണ്ഡലം. ധർമ്മടം മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ്. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരുടെ ഗോളാണ്? ബ്രസീലിന്റെ താരമായ റിച്ചാലിസന്റെ ഗോളാണ് 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിന്റെ റിച്ചാലിസന്റെ ഗോളാണ്. സെർബിയയ്ക്കെതിരെ റിച്ചാലിസൺ നേടിയ ബൈസൈക്കിൾ കിക്കിലൂടെ നേടിയ ഗോളാണ് ഫിഫ 2022 ലോകകപ്പിലെ മികച്ച ഗോളായി തെരഞ്ഞെടുത്തത്. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിന്റെ റിച്ചാലിസന്റെ ഗോളാണ്. ഡിഗ്രി PG വിദ്യാർത്ഥിനികൾക്ക് 60 ദിവസം പ്രസവ അവധി അനുവദിച്ച കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. ഡിഗ്രി PG വിദ്യാർത്ഥിനികൾക്ക് 60 ദിവസം പ്രസവാവധി അനുവദിച്ച കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം 2022 ലഭിച്ച മലയാളിയാണ് C രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം 2022 ലഭിച്ച മലയാളി C രാധാകൃഷ്ണനാണ്. വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1962. വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1962. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി മുഹമ്മദ് ഇർഫാൻ അലിയാണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായത് മുഹമ്മദ് ഇർഫാൻ അലിയാണ്. സൗത്ത് അമേരിക്കൻ രാജ്യമായ ഗയാനയുടെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് ഇർഫാൻ അലി. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത് 2023 മാർച്ച് 31-നാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത് 2023 മാർച്ച് 31-നാണ്. 2023 മാർച്ച് 31-നാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിനു പകരം ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത്. വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് PR ഗോപിനാഥൻ നായരാണ്. വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് PR ഗോപിനാഥൻ നായർ. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3-നാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ
ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3-നാണ്. 2023 ജനുവരിയിൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാനയാണ്. 2023 ജനുവരിയിൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാനയാണ്. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷയുമാണ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആയത് ജിതേഷ് ജി ആണ്. ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആയത് ജിതേഷ് ജി ആണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള 2023 ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് കാന്തല്ലൂരാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള 2023 ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് കാന്തല്ലൂരാണ്. ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആയത് കവിയും ചിന്തകനും അതിവേഗ ചിത്രകാരനുമൊക്കെയായ ജിതേഷ് ജി ആണ്. രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. വയനാട് ജില്ലയിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യത്തെ വനിത S ശ്രീകലയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത S ശ്രീകല. ഇനി നമുക്ക് പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് ടോൾസ്റ്റോയി ഫാമിലാണ്. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബിക സുധൻ മാങ്ങാട്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപി കൃഷ്ണൻ. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ മുഴുവൻ പേര് എഡിസൺ അരാൻഡസ് ഡോ നാസിമെന്റോ. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി ടാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അനുരാധ റോയ്. നഗരങ്ങൾക്കുള്ളിൽ ചെറുകിട ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കേരള IT വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വർക്ക് നിയർ ഹോം. കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട്. ഒരു ദശാബ്ദത്തിനു ശേഷം ഇന്ത്യയിൽ റിലീസ് ചെയ്ത പാകിസ്ഥാൻ ചിത്രം ദി ലെജൻഡ് ഓഫ് മൗല ജാട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ധർമ്മടം. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിന്റെ റിച്ചാലിസന്റെ ഗോള്. ഡിഗ്രി PG വിദ്യാർത്ഥിനികൾക്ക് 60 ദിവസം പ്രസവ അവധി അനുവദിച്ച കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം 2022 ലഭിച്ച മലയാളി C രാധാകൃഷ്ണൻ. വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ 1962. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി മുഹമ്മദ് ഇർഫാൻ അലി. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത് 2023 മാർച്ച് 31. വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് PR ഗോപിനാഥൻ നായർ. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. 2023 ജനുവരിയിൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാന, ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷ.
സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാവാഹൻ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹം GSAT-20. ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസഡർ ആയത് ജിതേഷ് ജി. രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം വയനാട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത എസ് ശ്രീകല.